Good morning and welcome to വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. അരുവിക്കര തെരഞ്ഞെടുപ്പ് പറഞ്ഞു ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു, വളവിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. 27-ാം തീയതിയാണ് വോട്ടെടുപ്പ്, 25 വരെയാണ് പരസ്യ പ്രചരണം. അതായത് ഇന്ന് തീയതി 11 ദിവസം മാത്രം പരസ്യ പ്രചരണം അവശേഷിക്കെ കേരളത്തിലെ ഭരണപ്രതിപക്ഷം പൂർണ്ണമായും, അഥവാ ഭരണപ്രതിപക്ഷ കേരളം പൂർണ്ണമായും ഇപ്പോൾ അരുവിക്കരയിൽ തന്നെയാണ്. കോൺഗ്രസ് MLA-മാർ അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ്. പഴയ മാതിരിയൊന്നും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ രാജഗോപാലിൻ്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ ഒരു RSS ആക്രമണം മണ്ഡലത്തിനടുത്തുള്ള മണ്ഡലത്തിൽ സംഭവിച്ചിരിക്കുന്നു. RSS ആക്രമണത്തിൻ്റെ വാർത്ത എല്ലാ പത്രങ്ങളും നമുക്ക് തരുന്നു. വളരെ പ്രാധാന്യത്തോടാണ് ആ ആക്രമണ പ്രദേശത്തേക്ക് ഭരണപ്രതിപക്ഷ കക്ഷികൾ സഞ്ചരിച്ചത്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത ഇന്ന് കാണുക. ആറ്റിങ്ങലിൽ ക്രൈസ്തവർക്ക് നേരെ RSS ആക്രമണം. ക്രൈസ്തവർക്ക് നേരെ എന്ന് പറയുമ്പോൾ ക്രൈസ്തവരുടെ പ്രാർത്ഥനാലയത്തിൽ തന്നെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതുകൊണ്ടും തീർന്നില്ല. പകൽ വെളിച്ചത്തിൽ നഗരത്തിനകത്തുള്ള 2 പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ് 1 മണിക്കൂർ ഇടവിട്ട് ആക്രമിച്ചത് എന്നുകൂടി പറയുമ്പോൾ വളരെ ബോധപൂർവം, ശ്രദ്ധാപൂർവം ആലോചിച്ചുറപ്പിച്ച് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയ ആക്രമണമായിരുന്നു ആറ്റിങ്ങൽ നടന്നത് എന്ന് വ്യക്തമാകുന്നു. ഇത് സത്യത്തിൽ RSSൻ്റെ ഈ പ്രവൃത്തി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയുടെ പ്രതീക്ഷയെ അസ്തമിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, സത്യത്തിൽ അവിടെ BJPക്കും RSSനും ഇടയിൽ വീക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ടോ എന്ന് സന്ദേഹിക്കേണ്ട അവസ്ഥ സംജാതമായിരിക്കുന്നു. RSSകാർ ഇതേ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിച്ചതായി കാണുന്നില്ല. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത ഇങ്ങനെയാണ് പറയുന്നത്. ആറ്റിങ്ങലിൽ ക്രൈസ്തവർക്ക് നേരെ RSS ആക്രമണം. പ്രാർത്ഥനയ്ക്കിടെ ക്രൈസ്തവ വിശ്വാസികളെ BJP RSS സംഘം ക്രൂരമായി ആക്രമിച്ചു. ആറ്റിങ്ങൽ നഗരത്തിലെ 2 പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലാണ് ആയുധങ്ങളുമായി സംഘടിച്ചെത്തിയ RSSകാർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള വിശ്വാസികളെ ആക്രമിച്ചത്. ആറാടും അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അന്തരീക്ഷം പിൻപറ്റി അത്തരം വലിയ ഇളക്കങ്ങൾ സംഭവിക്കും എന്ന പ്രതീക്ഷ മനോരമയ്ക്ക് പോലും പുറപ്പെടുവിക്കേണ്ടി വരുന്നു. അരുവിക്കരയിൽ ആവേശം വിതറാൻ VS വീണ്ടും. വീറും വാശിയുമേറുന്ന ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ ഇടതുമുന്നണിക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് മണ്ഡലത്തിൽ വീണ്ടും എത്തി. ആദ്യഘട്ടത്തിൽ അദ്ദേഹം എത്തിയപ്പോൾ ഉണ്ടായ ആവേശോജ്വലമായ സ്വീകരണം നാം കണ്ടതാണ്. അത് ഒരു മീറ്റിങ്ങിലായിരുന്നുവെങ്കിൽ ഇന്ന് 2 മീറ്റിങ്ങുകളിലാണ് VS പങ്കെടുക്കാൻ പോകുന്നത്. VS മാത്രമല്ല, ഇന്ന് അവിടെ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സാക്ഷാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രസംഗിക്കും എന്നും വാർത്ത വന്നിരിക്കുന്നു. അങ്ങനെ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ ചൂടിലേക്ക് 3-ാം ഘട്ടം പരസ്യ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ഇനി കേവലം 11 ദിവസം മാത്രം പരസ്യ പ്രചരണത്തിന്. ദില്ലിയിൽ നിന്ന് എന്ത് വാർത്തയാണ് നമ്മെ തേടി ഇന്നെത്തുന്നത്? സുഷമ സ്വരാജാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തയുടെ പ്രത്യേക താരം. സുഷമ സ്വരാജ് താരമായി മാറുന്നത് ഒരു നല്ല കാര്യത്തെ മുൻനിർത്തിയല്ല. സുഷമ സ്വരാജ് മോദിയുടെ വിദേശകാര്യമന്ത്രി. വല്ലപ്പോഴും മോദി വിദേശത്തിൽ സഞ്ചരിക്കുമ്പോൾ കൂടെ കൂട്ടും. 20 തവണ മോദി പോയെങ്കിൽ 5 തവണ പോലും സുഷമ സ്വരാജ് പോയിട്ടുണ്ടാകില്ല. അങ്ങനെ ഒരു പേരിന് വിദേശകാര്യമന്ത്രിയൊക്കെയാണ്, എങ്കിലും വിദേശകാര്യമന്ത്രിയാണ്. വിവാദം പഴയ IPL തട്ടിപ്പിലെ പ്രതി ലളിത് മോദിക്ക് യാത്രാരേഖകൾ തത്രപ്പെടുത്തി കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് IPL തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 700 കോടിയുടെ കള്ളപ്പണം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മാന്യദേഹമാണ് ലളിത് മോദി എന്നാണ് ആക്ഷേപം. അതിൻ്റെ പേരിലാണ് കേസ്. അദ്ദേഹം ഇപ്പോൾ ലണ്ടനിൽ തങ്ങുകയാണ്. പ്രത്യുപകാരമായി വിൻസെൻ്റ് പോളിന് എന്താണ് ലഭിക്കുന്നത്? ദേശാഭിമാനിയുടെ പൊതുവാർത്താ പേജ് കാണുക. കോഴക്കേസ് അട്ടിമറിച്ചത് ഉന്നത പദവി വാഗ്ദാനം ചെയ്ത് എന്നാണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞിരിക്കുന്നത്. ബാലകൃഷ്ണപിള്ള മാത്രമല്ല, ബിജു രമേശും അത് പറഞ്ഞിട്ടുണ്ട്. ബാർ കോഴക്കേസിൽ മന്ത്രിമാരായ K മാണിയെയും K ബാബുവിനെയും കുറ്റവിമുക്തരാക്കുന്നതിൻ്റെ പ്രതിഫലമായി വിജിലൻസ് ഡയറക്ടർക്ക് സർക്കാർ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് കേരള കോൺഗ്രസ് B ചെയർമാൻ R ബാലകൃഷ്ണപിള്ള.
LDF സ്ഥാനാർത്ഥി എം വിജയകുമാർ വിജയിച്ചാൽ മണിക്കൂറുകൾക്ക് ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ താഴെ ഇറക്കാനാകും. അതിനുള്ള MLA-മാരുടെ എണ്ണമൊക്കെ ഉറപ്പായിട്ടുണ്ട് എന്ന് ബാലകൃഷ്ണപിള്ള ഉറപ്പ് പറയുമ്പോൾ ആ സാഹചര്യത്തിലാണ് കേസ് അട്ടിമറിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രത്യുപകാരമായി ഉന്നത പദവി വിൻസെൻ്റ് എം പോളിന് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു അത്രേ. പാവം വിൻസെൻ്റ് എം പോൾ വൈകുന്നേരം വരെ വെള്ളം കോരിയതിന് ശേഷം വൈകുന്നേരം കുടമിട്ട് ഉടയ്ക്കുന്ന അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും നിരീക്ഷിക്കുന്നത്. ബാർക്കോഴ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു വൈക്കം വിശ്വൻ. വർത്തമാനം എന്ന പത്രത്തിൻ്റെ 1-ാം പേജിലെ വാർത്ത, ബാർക്കോഴ കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം വൈക്കം വിശ്വൻ. ബാർക്കോഴ കേസിൽ വിജിലൻസ് തയ്യാറാക്കിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് കോടതിയിൽ സമർപ്പിക്കണം. അതാണ് വൈക്കം വിശ്വൻ പറഞ്ഞത്, അല്ലാതെ സമർപ്പിക്കാതിരിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അരുവിക്കരയ്ക്ക് മുമ്പ് സമർപ്പിക്കണമെന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ക്രിസ്ത്യൻ പെൺകുട്ടികളെ വശ്യം ചെയ്യുന്നതിൻ്റെ പേരിൽ ലവ് ജിഹാദികളെയും പിന്നെ ഈഴവ ഓട്ടോറിക്ഷക്കാരെയും പൊതിരെ ചീത്ത പറഞ്ഞു നമ്മുടെ ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ. ആ പ്രസ്താവന വിവാദമായി, കൂടുതൽ വിവാദമാകുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് SNDP ആവശ്യപ്പെട്ടിരിക്കുന്നത്. മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്ന ഇടുക്കി ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണം. SNDP യൂത്ത് മൂവ്മെൻറ്റ് മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിക്കുന്ന ഇടുക്കി ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് SNDP യോഗം യൂത്ത് മൂവ്മെൻറ്റ് ആവശ്യപ്പെട്ട കാര്യം വാർത്തയും വീക്ഷണവും പേജിൽ.